അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൂടെ പോവേന്ന്. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടാണ്ട് ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നിനി. എല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, അച്ഛനും അമ്മമ്മയും എല്ലാം ഉണ്ട്. ഹായ് ഗായ്സ്, വയസ്സ് ഞാൻ വേദാസി ഓൻ്റെ 4ാമത്തെ പെങ്ങളും ഞാനും.
ചിരട്ടയൊക്കെ വലുതായിന് ഗൈസ്. അന്നേരം ഒന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ നോക്കിയില്ല. അന്നേരം എല്ലാം ഞൊറ്റൊക്കെ ആക്കുന്നുണ്ടായിന്. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ഒരു ട്രിക്കില്ല. ഇതിനെക്കാട്ടിയും വലുതായി ഗൈസ്. കുറച്ച് വെള്ളമാക്കട്ടെ. ആവുന്നില്ല. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തുടക്കമൊക്കെ പറഞ്ഞെങ്കിലും അവസാനിപ്പിക്കാൻ മറന്നുപോയി. അതാണ് സത്യം. ഒരു വീഡിയോ ആകുമ്പം തുടക്കവും വേണം, അതിനൊരു ഒടുക്കവും വേണം. പക്ഷെ നമ്മളുടെ വീഡിയോക്ക് തുടക്കം മാത്രമേ ഉള്ളൂ, ഒടുക്കം പറയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അത് ഈ ഒരു വീഡിയോയുമായിട്ട് കൂട്ടിക്കലർത്തി ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് പറഞ്ഞിട്ട് ഈ വീഡിയോയും ആ വീഡിയോയും ഒരുമിച്ച് നിർത്താം ഗായ്സ്. അപ്പം ഇതുവരെയുള്ള എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, എല്ലാവരും ഷെയറും ചെയ്യണേ. ഫോളോ ചെയ്യാത്തവരെ എല്ലാവരും ഒന്ന് ഫോളോയും ചെയ്യണം. ഇനി ഇത് യൂട്യൂബിലെ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്ക് പേജിലാണ് കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ദത്തൂസ് വ്ലോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഫോളോ ചെയ്യണേ. പൂമ്പാറ്റയാണെന്ന് നോക്കൂ ഗൈസ്, കണ്ടോ എത്രയാ പൂമ്പാറ്റകൾ. നമുക്ക് നിന്നിട്ട് പായിക്കാം. അയ്യോ ഗൈസ്, പായുന്നില്ല, എൻ്റെ എല്ലാം ഫ്ലോപ്പായി ഗൈസ്. കണ്ട 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 അത് പറക്കുമ്പോഴുള്ള ഒരു ഭംഗി അത് ഇവിടെ നിന്നും കിട്ടില്ല ഗൈസ്. കണ്ട കണ്ട പറക്കുന്നുണ്ടോ? ഈ പൂമ്പാറ്റച്ചെടീൻ്റെ കായ് അതൊക്കെ ഇതിൽ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞത് ഇതിൽ പൂമ്പാറ്റ മൊത്തം പോവും. പിന്നെ ഈ ഇലയൊന്നുണ്ട്, ഇത് മൊത്തം ഉണങ്ങും. ഇലയൊന്നും ഉണ്ടാവില്ല. ഇലയെന്ന് വെച്ചാൽ കുറച്ചേ ഉണ്ടാവും. ഇപ്പം നിറഞ്ഞു നിൽക്കുന്നില്ല, ഇതിൽ ഇലയൊന്നും ഉണ്ടാവില്ല. അപ്പം ഫസ്റ്റ് ഇത് പുഴു വരും. ഫസ്റ്റെല്ലാം പുഴു വന്നതിന് ശേഷം ഇത് ഉണങ്ങും. ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ വിത്തുണ്ടാവുന്നൊരു സംഭവം ഉണ്ട്, അതാവും. പിന്നെ ആ സംഭവം പച്ചയുണ്ടാവും. അത് ഉണങ്ങിയാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിത്തെടുക്കാൻ പറ്റും.